ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അവർക്ക് എന്ത് മനോഭാവമാണ് നിങ്ങളോടുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി അടുത്തിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിലും, പരസ്പരം ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ട്ണറെക്കുറിച്ച് കൺസേൺ ആവുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് വഴക്കിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരില്ല, അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അവരെന്നെ ഓർക്കുന്നുണ്ടോ, അങ്ങനെ കൂടുതലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആവലാതിപ്പെടുക എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും പരസ്പരം കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ രണ്ടു പേരുടെയും ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു താല്പര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളതായിട്ട് തന്നെ കാണാം. അപ്പോൾ കൂടുതലും നമ്മൾ റിലേഷൻഷിപ്സിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ അടിയുണ്ടായി മാറി നിൽക്കുക. ഈ ഒരു അവസരമൊക്കെ വരുന്ന ഒരു സമയത്ത് ഒരാളെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ, എങ്ങനെയായാലും എനിക്കൊരു വിരോധം ഇല്ല എന്നുള്ള ആ ഒരു രീതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും മോശ സമയമാണെന്നുണ്ടെങ്കിലും അവരനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത പലരിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെല്ലാം പ്രതികൂലാവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിലും പരസ്പരം രണ്ടു പേർക്കും മോശം വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എനർജീസാണ് രണ്ടു പേരിലും ഉള്ളത്. അപ്പോൾ കറൻലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരു മതിൽ കെട്ടിപ്പൊക്കിയതുപോലെയാണ്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്ന് പരസ്പരം അറിയാം, പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുന്ന ഒരു രീതിയിലല്ല. മാനസികമായിട്ട് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബാധ്യത എന്നോണം ഒരു മതിൽ നിങ്ങൾക്കിടയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേർക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയായിരിക്കും. അല്ല, ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പഴയൊരവസ്ഥയിലേക്ക് പോകാൻ കഴിയുന്നുണ്ടാവില്ല രണ്ടുപേർക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തടസ്സം നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിങ് എനർജിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയിൽ തന്നെയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിൽ ഈ ഒരു ബൗണ്ടറി വന്ന് പെട്ടത് കൊണ്ട് തന്നെ, നിങ്ങൾ ഒന്നായിരുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ ഈ ഒരു തടസ്സം വന്ന് പെട്ടത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു മനസ്താപമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ പർപ്പസ്ഫുള്ളി, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഒരു ഈഗോ ക്ലാഷ് കാരണമോ അങ്ങനെയൊന്നും പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളല്ല. മറ്റൊരു തടസ്സം നിങ്ങൾക്കിടയിലുള്ളത് കൊണ്ട് തന്നെ നിർബന്ധിതമായിട്ട് നിങ്ങൾക്കിത് മാറി നിന്നേ പറ്റൂ, അല്ലെങ്കിൽ പഴയതുപോലെ ഒരുമിച്ച് പോകാൻ കഴിയാത്ത തരത്തിലുള്ളൊരു തടസ്സം ഇതിനകത്ത് വന്നത് പെട്ടതുകൊണ്ട് മാത്രം മാറി നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ഒരു ഭാഗമായിട്ട് അവർ കാണുന്നത് നിങ്ങളെയാണ്. ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രമേൽ ബോണ്ടിങ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ടെന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ അറിയാമായിരിക്കും ആ ഒരു പേഴ്സണ് എൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനില്ലാതെ അവർ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കില്ല, അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പേഴ്സൺ എന്നുള്ളത്
ഇപ്പം ഞാനിത് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഞാനില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സൺ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളായിക്കോട്ടെ, നല്ല മെമ്മറീസ് ആയിക്കോട്ടെ, അതെല്ലാം ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് തന്നെ പറയാം. ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പരസ്പരം അവർ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ ഫ്രീ ടൈമിലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കുന്നത്, അവനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവാം. അവരുടെ ഒരു ജോലിയിലോ അല്ലെങ്കിൽ അവരുടെ ഏത് കാര്യത്തിൽ അവർ തിരക്ക് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകൾ അവരിൽ കയറി വരുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവർ ജസ്റ്റിസ് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബന്ധം ഇങ്ങനെ അല്ലായിരുന്നു ആവേണ്ടത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ആയി പോകാനുള്ള ചില ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെയൊന്നും ഞങ്ങളുടെ ബന്ധത്തിനകത്ത് വരാൻ പാടില്ലായിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത്രമേൽ നിങ്ങളുടെ ഒരു ബോണ്ടിങ്ങോട് കൂടി പോയിട്ടുള്ള ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോട് കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ സ്വതവേ കാണാറുണ്ട്, ചില റിലേഷൻഷിപ്പിൽ പാർട്ട്ണറുടെ പ്രോബ്ലം കൊണ്ട് മാത്രം പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങളുണ്ട്. അതായത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധത്തിൽ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പാർട്ട്ണർ പോവുക, നമ്മളെ ചീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേഴ്സണോടുള്ള താല്പര്യക്കുറവ്, നമ്മൾ വിചാരിച്ച പോലെയല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിന് ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നമ്മൾ തന്നെ സ്വയമേ മാറിപ്പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്. പക്ഷെ രണ്ടു പേർക്കും ഒരുപാട് താല്പര്യമുണ്ടായിട്ടും മറ്റൊരു വ്യക്തി കാരണമോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം കൊണ്ട് മാത്രം നമ്മളുടെ ഇഷ്ടങ്ങൾ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേർക്കും പിരിയാൻ വയ്യ, പക്ഷേ അതിനകത്തുള്ള തടസ്സങ്ങൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഒരു ദുഷ്ടപ്രവൃത്തി കൊണ്ട് മാത്രം അത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു തരത്തിലുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധം ഒരിക്കലും ഇങ്ങനെ ആവേണ്ട ഒന്നായിരുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജി എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയധികം ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയധികം ഇമോഷൻസ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. ആ ഒരു ഫീലിംഗ് ഓഫ് ലവ് എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത് എന്നുള്ള തരത്തിലുള്ള കാർഡ്സൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ധൈര്യമില്ല എന്നുള്ളതാണ്. അവരാരെയൊക്കെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരികയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, നിങ്ങളെ പിരിയാനും വയ്യ, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഉറച്ചൊരു നിലപാടെടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ ഉണ്ടാവുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. അതായത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചില തടസ്സങ്ങളുണ്ട്, ചില പ്രതിബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളോട് ചിലപ്പോൾ ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം, വഴക്ക് കൂടേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണെ ഫേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഗട്ട്സ് ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇവരുടെ ഒരു ഏജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നിങ്ങളെക്കാളും ഏജ് കൂടിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ധൈര്യം ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് പറയാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അത്രയും അവർക്ക് ഏജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എങ്കിൽ പോലും ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ഗട്ട്സ്, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല. ഒരു പക്ഷേ ഇവർ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സൊസൈറ്റി ഫിയർ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സൊസൈറ്റീനെയൊക്കെ കൺസിഡർ ചെയ്തും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റില്ല. കാരണം എന്ത് തീരുമാനം എടുക്കുമ്പോഴും ടെൻഷനായിരിക്കും. അതുപോലെയുള്ളൊരു എനർജി നമുക്കിവിടെ ആ ഒരു മെയിൻ ഡെക്കിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആങ്സൈറ്റി, ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻസ്, കാര്യങ്ങൾ, ഇതിലെല്ലാം ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ ഒരു ഉറച്ച നിലപാടെടുക്കാൻ, അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഒരു ഫിയർ എന്ന് പറഞ്ഞത്. അതിനുള്ള ആ ഒരു തൻ്റെ ഇടം ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത്രയും സ്നേഹം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു തടസ്സം
മാറ്റാനായിട്ട് അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്താണ്? അവരുടെ ഒരു ഫാമിലി ആണോ അതിനുള്ള ഒരു തടസ്സം, അല്ലെങ്കിൽ ഇവർക്കുള്ള ചുമതലകളാണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നമ്മൾ പറഞ്ഞതുപോലെ സൊസൈറ്റിയെ ഉൾപ്പെടെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ അവിടെ നടപ്പിലാക്കാൻ സാധിക്കാത്തതാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ ഒരു കുരുക്കിയിട്ട പോലെ ആയിരിക്കും. അതായത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാത്ത തരത്തിൽ ആ ഒരു പേഴ്സൺ അതിനകത്ത് വീണിരിക്കുന്നു. ഇവർക്കാണെന്നുണ്ടെങ്കിൽ അത് അതിജീവിച്ച് വരാനുള്ള അത്രയും ഒരു പവറോ അല്ലെങ്കിൽ ഒരു ഗഡ്സ് ഉള്ള ഒരു പേഴ്സണോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് തളച്ചിടുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സണെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രതികൂലാവസ്ഥ ഇതിനകത്തുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എബ്രോഡുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എബ്രോഡുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്, കണ്ണകന്നാൽ മനസ്സകന്നു എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. നിങ്ങൾ തമ്മിലിപ്പോൾ ഫിസിക്കലി ഒരുപാട് ദൂരത്താണെന്നുണ്ടെങ്കിലും അല്ല മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും കുറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അകന്നിരിക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ മനസ്സുകൾ അകന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വെള്ളവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ വീടെല്ലാം നദിയുടെ കരയിലോ അല്ലെങ്കിൽ ഒരു കായലിന് സമീപത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് കുളമോ അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലൊരു വെള്ളവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കായിരിക്കും അങ്ങനെയുള്ളൊരു എനർജി, ഒരു വാട്ടർ ബോഡിയുടെ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും ഇവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. അതായത് അവർ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ ബോഡി മാത്രമേ, അല്ലെങ്കിൽ അവരെന്താണോ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു തരത്തിലുള്ള ഒരു പ്രസൻസ് മാത്രമേ അവരോടുള്ളൂ. ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ പേഴ്സൺ കൂടുതലും ചിന്തിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തേർഡ് പാർട്ടിയെ വെല്ലുവിളിച്ച് വരാനോ അങ്ങനെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതി അവർക്കുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ണെത്താത്ത ഒരു രീതിയിൽ ഇവർ മാറി പോയാൽ മാത്രമേ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പൂർവാധികം ശക്തമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം, ഇതിലൊരു വിജയം വേണം, അല്ലെങ്കിൽ ഇതിനകത്ത് അവരൊരു വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട്. അവർ വിക്ടറി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് നിങ്ങളെ തുടർന്നുകൊണ്ട് പോകാൻ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു പിടിവാശിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ശക്തമായിട്ട് തന്നെ ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊരു ബാലൻസിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഒരു പേഴ്സണുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഈസിലി ഓവർകം ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അത്രയധികം ഒരു കലഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാത്തൊരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാം വളരെ ശാന്തമായിട്ട് ചെയ്യാൻ, ആർക്കും ഒരു കുഴപ്പം വരാത്ത രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. നമ്മൾ സമാധാനപ്രിയരായിട്ടുള്ള വ്യക്തികൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റേത്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ശാന്തമായിട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാം എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുള്ളത്. അപ്പോൾ ഇതിൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ വളരെയധികം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ വളരെയധികം ഒരു റോൾ മോഡലായിട്ട് കാണുന്ന മറ്റേതെങ്കിലും വ്യക്തികളുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെയിമൊക്കെ ഉള്ളൊരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതും അവരുടെ ഒരു കൺസേൺ ആണ്. നമ്മളെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് സ്വതന്ത്രമായിട്ടൊന്നും എടുക്കാൻ, ഒരു തീരുമാനത്തിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ കഴിയാത്തൊരവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് വന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമായിട്ട് എങ്ങോടെങ്കിലും മാറി നിൽക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ നിങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കണം എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ആദ്യമേ വന്നിരിക്കുന്ന ആ ഒരു ഒറാക്കിൾ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ
അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തുള്ള ഒരു ആദ്യമായിരിക്കും ഇതെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻ വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു കെയറിങ് കണക്ഷൻ എന്ന് വന്നിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി. കാരണം പരസ്പരം അത്രമേൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പേഴ്സൺ സമാധാനത്തോടുകൂടി ഇരിക്കണേ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കണേ എന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിൻ്റെ പേരിലും വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഇതിനകത്തുള്ള തടസ്സങ്ങൾ മാറിപ്പോവാനായിട്ട് അവർ വിഷ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി നടത്തുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു പേഴ്സണ് അറിയണമെന്ന് തന്നെ നിർബന്ധമില്ല, എങ്കിൽ പോലും അവർ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിലപ്പോൾ ആഗ്രഹിക്കുകയും അതുപോലെ ഡ്രീം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അത് മാത്രമല്ല, അവരുടെ ഒരു കമ്മിങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം വർക്കാവുന്ന ഒരു ടൈമാണ്. അതായത് നമ്മളുടെ മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരേണ്ടുന്ന ഒരു സമയമുണ്ട്. അതുപോലെയുള്ള ഒരു സമയം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അടുത്തതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഈ ഒരു സ്പിരിച്വലി കണക്റ്റായിട്ട് നിൽക്കുന്നത് പോലും ചിലപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ സൂചനയായിരിക്കാം. അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടാനായിരിക്കാം അവർ ഈ ഒരു മാർഗം ചിലപ്പോൾ തിരഞ്ഞെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു നല്ല വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അടുത്തതായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇവർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഒറാക്കിൾ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു നെക്സ്റ്റ് സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഈ ഒരു വ്യക്തി വളരെയധികം കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വഴി ഇവർക്ക് തുറന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം താമസിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഒരു കരിയർ വൈസ് ആയിരിക്കും ഇവർ മറ്റേതെങ്കിലും ഒരു ദേശത്തേക്ക് മാറിപ്പോവുക. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ് ആണ് ഈ ഒരു പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് മൂവ് ഓൺ ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കൂ എന്നുള്ളത് ഈ പേഴ്സൺ തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ മാക്സിമം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഒരു മജീഷ്യൻ എനർജിയൊക്കെ പോലെ എല്ലാ കാര്യങ്ങളും അവരുടെ കൈപ്പിടിയിലേക്ക് വരണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെ ഒരു കൺട്രോൾ ഈ ഒരു പേഴ്സൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് നീങ്ങാൻ സാധിക്കൂ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയെ അടിച്ചൊതുക്കുക എന്നുള്ളതല്ല ഈ ഒരു പേഴ്സൻ്റെ അജണ്ട, മറിച്ച് ഇവർക്ക് എങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് വളരെ സേഫായിട്ട് മാറിപ്പോവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻഫ്ലുവൻസ് തേർഡ് പാർട്ടിയുടെ ഉണ്ടാവാത്ത തരത്തിൽ എങ്ങനെ മൂവ് ഓൺ ചെയ്യാം എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പക്വമായിട്ട് കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ എടുത്തുചാടി ഒന്നും ചെയ്യുന്നില്ല, അവർ വളരെ ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സണാണ്. കുറച്ച് പ്രാക്ടിക്കലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ച് ഫിയറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് പഴയതുപോലെ വളരെ സ്മൂത്തായിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആലോചിക്കുന്നതും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഒറാക്കിൾ എനർജീസ് എല്ലാം പറയുന്നത് പോലെ തന്നെ ഇവരുടെ ഒരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അവരിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളെയും കൂടി സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ്. ആഫ്റ്റർ ഓൾ അവർ ആ ഒരു വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞ് നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് തന്നെ ജഗ്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കൊരു ബാലൻസ് കിട്ടില്ല. നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വളരെ സ്റ്റേബിളായിട്ട് ഈ ഒരു പേഴ്സണ് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത് എന്ത് വിധേനയും ഈ ഒരു വ്യക്തി തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഇവിടെ ഒരിക്കലും പർപ്പസ്ഫുള്ളി ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒട്ടും ജെനുവിൻ അല്ലാതെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയോ ഒന്നുമല്ല. ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു കെയറിങ് കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പരസ്പരം ആ ഒരു കൺസേൺ ഉണ്ട് രണ്ടു പേർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി സിറ്റുവേഷൻസ് എല്ലാം ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. ഇവിടെ ഒരു ബോണ്ടിങ്ങിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്തുള്ള രണ്ട് വ്യക്തികളുടെ എനർജീസ് എന്ന് പറയുന്നത് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം ഒരുപാട് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.